റബീഉൽ അവ്വലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ, ഈ മുഹമ്മദ് നബിയുടെ പേരിൽ ആഘോഷം വേണ്ടെന്ന് പറയാൻ, ഈ നബിയുടെ പേരിൽ പരിപാടികൾ വേണ്ടെന്ന് പറയാൻ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ കുറക്കുന്നത്? അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാന്റെ സൃഷ്ടികളിൽ ഒന്നാമൻ ആരെന്ന് ചോദിച്ചാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സൃഷ്ടിയും ഇല്ല. മറ്റു അമ്പിയാക്കൾക്കിടയിൽ തന്നെ മുത്തുനബിയുടെ മഹത്വം ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യന്റെ മഹത്വം പോലെയാണ് എന്നാണ് നമ്മുടെ പ്രാമാണിക കിതാബുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കോടാനകോടി നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത്. അതിൻ്റെ എണ്ണം ഇലാഹായ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. ആ ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യൻ എത്രമേൽ പ്രശസ്തനാണോ, സൂര്യന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, അതുപോലെയാണ് മറ്റുള്ള നബിമാർക്കിടയിൽ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാർക്കിടയിൽ തന്നെ അത്ര വലിയ മഹത്വം എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ റസൂലുള്ളാഹിന്റെ മഹത്വം എത്രയായിരിക്കും? എല്ലാ നബിമാരും ഈ സത്യം അംഗീകരിച്ചവരാണ്. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെയൊക്കെയും മിഅ്റാജിന്റെ രാവിൽ ഖുദ്സിന്റെ ഭൂമിയിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടി. എന്നിട്ടാ സഹ്റത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പാറയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർക്ക് ഇമാമായി നിസ്കരിച്ചു മുഹമ്മദ് മുസ്തഫ. قدامتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي صل مولاي صل وسلم നബിയേ നബിയേ വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലു തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി മൗലായ സല്ലി വസല്ലം അലാ ഹബീബിക ഖൈർ. എന്തൊരു അനുഭൂതിയാണെന്നറിയോ ആ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ, ആ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ, ആ സഹറത്തുൽ മിഅ്റാജ് എന്ന ആ മഹത്തായ പാറ. നമ്മൾ ഈ കാണുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ് കാണുന്ന ഫോട്ടോ സത്യത്തിൽ അതല്ല ബൈത്തുൽ മുഖദ്ദസ്, സത്യത്തിൽ അതല്ല മസ്ജിദുൽ അഖ്സ. എന്നാൽ ഈ സഹറത്തുൽ മിഅ്റാജ് അതിൻ്റെ ആ മനോഹാരിത കൊണ്ട് അതാണ് സാധാരണ ഫോട്ടോയിലൊക്കെ ഉണ്ടാവുക. അത് ഈ പാറയുടെ മുകളിലുള്ളൊരു ബിൽഡിങ്ങാണ്, മനോഹരമായൊരു ബിൽഡിങ്. അതിൻ്റെ മുകളിലുള്ള ആ സ്വർണ്ണ കുബ്ബ, ആ കുബ്ബയുണ്ടല്ലോ, ആ കുബ്ബ അത് ജോർഡാൻ രാജാവ് ഹുസൈൻ രാജാവ് അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് 280 കിലോ സ്വർണം, ആ സ്വർണം കൊണ്ട് പരത്തിയിട്ട് മനോഹരമായത് പാളികളാക്കി അലങ്കരിച്ചതാണ് ആ കുബ്ബ. അള്ളാഹു അത് നേരിട്ട് കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ താഴെയാണ് ഈ സഹ്റത്തുൽ മിഅ്റാജ്. ആ സഹ്റത്തുൽ മിഅ്റാജിന്റെ മുകളിൽ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൽ മുത്ത് റസൂലിന്റെ കാൽപാദമുണ്ട്. അവിടെ നിന്നാണ് ഹബീബായ നബിയെ ആകാശലോകത്തേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയത്. നബിക്കല്ലാഹു നൽകിയ മഹത്വം എന്നല്ലാതെ എന്തു പറയാൻ? അവിടെ എല്ലാ നബിമാരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടി. ആ നബിമാർക്ക് ഇമാമായി മുഹമ്മദ് നബി നിസ്കരിച്ചു. എല്ലാവരും നബിയുടെ മഹത്വം ഓതുകയാണ്, ഹബീബിനെ മുന്നിലേക്ക് നിർത്തുകയാണ്. ഏത് നിലയിലാണ് നിർത്തിയത്, പരിഗണിച്ചത്? തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി, രാജാവിന് സേവനം ചെയ്യാൻ ആ രാജാവിൻ്റെ അടിമകൾ മത്സരിക്കുന്നത് പോലെ, സേവകർ മത്സരിക്കുന്നത് പോലെ മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും സേവനം ചെയ്യാൻ മത്സരിച്ചതാരാ? അത് മറ്റുള്ള അമ്പിയാക്കളാണ്. മറ്റുള്ള അമ്പിയാക്കൾ മുത്ത് റസൂലിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ വേണ്ടി മത്സരിച്ചു എന്ന് പറയുമ്പോൾ ആരായിരിക്കും? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ഥലത്ത് ചെന്ന് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.
അൽഹംദുലില്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും അതിനുള്ള സൗകര്യം കിട്ടി. ആ പാറയുടെ ഉള്ളിലൊരു ഗുഹയാണ്. താഴേക്ക് ഇറങ്ങിപ്പോയി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ പ്രത്യേകമായൊരു സ്ഥലമാണ്. ഒരു വല്ലാത്ത നിർവൃതിയാണത്, വല്ലാത്തൊരു അനുഭവമാണത്. മുത്ത് റസൂല് ലക്ഷക്കണക്കിന് നബിമാർക്ക് ഇമാമായി നിസ്കരിച്ച സ്ഥലമാണത്. അവിടെ ചെറിയൊരു മിഹ്റാബുണ്ട്. അങ്ങനെ മനോഹരമായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ തേടുകയാണ്, ഞങ്ങളവിടെ എത്തിക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകണേ റബ്ബേ. അതിനുള്ള വഴികൾ, വാതിലുകൾ സാമ്പത്തികമായും എല്ലാ നിലയിലും നീ തുറന്നു തരണേ റബ്ബേ. മുത്തുനബി അവിടെ നിന്നാണ് പിന്നെ ആകാശലോകത്തേക്ക്. ചുരുക്കത്തിൽ സഹോദര സഹോദരി പറഞ്ഞു വരുന്നത് ഇതാണ്: നബിമാർക്കിടയിൽ മുഹമ്മദ് നബിയുടെ മഹത്വം എത്രയാണ്. എല്ലാ നബിമാരെയും ആ മഹത്വം ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഭൂമിയിലേക്ക് അവരെ അല്ലാഹു അയച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ? ലോകത്ത് കടന്നു വന്ന നബിമാരായ നബിമാർക്കൊക്കെയും നിങ്ങളെക്കാളൊക്കെ എത്രയോ അത്യുന്നതനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവരെ അറിയിക്കുകയും ആ സത്യം അവരംഗീകരിക്കുകയും ചെയ്യാതെ ഒരു നബിയെയും ഭൂമിയിലേക്ക് അല്ലാഹു അയച്ചിട്ടില്ല. അത് ഖുർആനാണ് പറയുന്നത്. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ ഈ സത്യം ബോധ്യപ്പെടും. റബീഉൽ അവ്വലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ, ഈ മുഹമ്മദ് നബിയുടെ പേരിൽ ആഘോഷം വേണ്ടെന്ന് പറയാൻ, ഈ നബിയുടെ പേരിൽ പരിപാടികൾ വേണ്ടെന്ന് പറയാൻ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ കുറക്കുന്നത്? അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും നിർമ്മാണം നൽകട്ടെ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള പരിപാടിയിലൊക്കെ കൂടാനും അത് പരമാവധി ആനന്ദകരമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ആലമുൽ അർവാഹിൽ ആദം നബി മുതൽ മുഹമ്മദ് നബി അല്ലാത്ത എല്ലാ നബിമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാണ്: നബിമാരെ, ഞാൻ നിങ്ങൾക്ക് നുബുവത്തൊക്കെ നൽകി, കിതാബും നൽകി, ഭൂമിയുടെ വ്യത്യസ്ത പ്രവിശ്യകളിലേക്ക്, വ്യത്യസ്ത ഗോത്രങ്ങളിലേക്ക് ദഅവത്തിന് വേണ്ടി നിങ്ങളെ അയച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങളാ നിർണയിക്കപ്പെട്ട പ്രദേശത്ത് ആ ഗോത്രത്തിൽ ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കവേ എങ്ങാനും ആ സമയത്ത് മുഹമ്മദ് നബി നിങ്ങളിലേക്ക് വന്നു എന്നും സങ്കല്പിക്കുക. എന്നാൽ അതോടുകൂടെ പിന്നെ നിങ്ങളെ പണി എന്താണെന്നറിയോ? വേഗം അങ്ങോട്ട് വേക്കോട്ട് നിൽക്കുക, മുഹമ്മദ് നബിയെ മുന്നിൽ നിർത്തുക, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പറയുക, ആ നബിയിൽ വിശ്വസിക്കുക, എന്നിട്ട് ആ നബിയുടെ ദഅവത്തിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിലോടുത്ത് ആളാവാൻ ഞങ്ങളില്ല, ഈ കാര്യം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതിന് പറ്റുമോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു തയ്യാറാണ് പഠിച്ചോനെ. അല്ലാഹ് പറഞ്ഞു തയ്യാറാന്നാണ്ട് പറഞ്ഞാൽ പോരാ, ഇതെന്റെ മുഹമ്മദ് നബിയുടെ കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സാക്ഷി നിൽക്കണം, ഞാനും സാക്ഷിയാണ്. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്സാണ്: വഇദ് അഖദല്ലാഹു മീസാകൻ നബിയ്യീൻ ലമാ തൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. അല്ലാഹുവേ, പടച്ചോനെ, റസൂലിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പറയാൻ ഞങ്ങൾക്കൊരവസരം നീ തന്നല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ നബിയിലേക്ക് ഞങ്ങളെ ചേർത്ത് തരണേ റബ്ബേ. ആ നബിയെ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് കാണിക്കണമേ റബ്ബേ. ആ നബിയുടെ റൗളയിൽ ഞങ്ങൾ എത്തിക്കണേ റബ്ബേ. ആ നബിയെ ഞങ്ങൾക്ക് നീ ഏറ്റവും വലിയ സന്തോഷമാക്കി തരണേ റബ്ബേ. ആ നബി ഞങ്ങളോട് സലാം മടക്കുന്ന നിലക്ക് നബിയുടെ അടുക്കൽ ചെന്ന് സലാം പറയാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അള്ളാഹു പറയാണ് വഇദ് അഖദല്ലാഹു മീസാകൻ നബിയ്യീൻ. ഈ ആയത്തൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം, ഈ ആയത്ത് നന്നായി പഠിക്കണം. ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ വഇദ്, ഉറക്കം തൂങ്ങി കേൾക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഇദ്, ഒന്ന് ശ്രദ്ധിക്ക്, ഈ പറയുന്നത് എന്തെന്ന് ചിന്തിക്ക്.
സാധാരണ ആയത്തുകൾ ഓതിപ്പോകുന്നത് പോലെ നോർമലായി അങ്ങ് ഓതിപ്പോകാതെ എന്താണ് ഈ പറയുന്നത് എന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്ക്. എന്നിട്ട് പറയാണ്, നബിമാരായ നബിമാരോടൊക്കെയും അല്ലാഹു ഉടമ്പടി പിടിച്ചു വാങ്ങിയ സന്ദർഭം ആദം നബി മുതൽ ഈസാ നബി വരെ ഇല്ല മുഹമ്മദ്. ആ നബിമാരിൽ ആരില്ല? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. മറ്റുള്ള നബിമാരായ നബിമാരോടൊക്കെയും അല്ലാഹു ഉടമ്പടി പിടിച്ചു വാങ്ങി. എവിടെന്ന്? ഇവിടുന്നോ? ഭൂമിന്നോ? പിന്നെ ആലമുൽ അർവാഹിൽ നിന്ന്. നമ്മളോടൊക്കെ പല കരാറുകളും ആലമുൽ അർവാഹിൽ നിന്ന് അല്ലാഹു നടത്തിയിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഖാലൂ ബലാ, അതേ പടച്ചോനെ നീ ഞങ്ങളെ റബ്ബാണ്. ആ സമ്മതിച്ച കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുമോ എന്നൊരു പരീക്ഷണ ലോകത്താണ് നാം ഉള്ളത്. അല്ലാഹുവേ വിജയിപ്പിക്കണമേ റബ്ബേ, അല്ലാഹുവേ വിജയിപ്പിക്കണമേ റബ്ബേ. മുഹമ്മദ് നബി അല്ലാത്ത എല്ലാ നബിമാരുടെയും റൂഹിന് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. എന്നിട്ടോ അവരോടൊരു ഉടമ്പടി പിടിച്ചു വാങ്ങി. എന്താണ് ഉടമ്പടി? നബിമാരെ ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, നിങ്ങൾക്കൊക്കെയും കിതാബും ഹിക്മത്തും നാം നൽകി എന്ന് സങ്കല്പിക്കുക. ആദം നബിയെ, നൂഹ് നബിയെ, ലൂത്ത് നബിയെ, സാലിഹ് നബിയെ, ഇബ്രാഹിം നബിയെ, ഇസ്ഹാഖ് നബിയെ, ഇസ്മായിൽ നബിയെ, യാക്കൂബ് നബിയെ, യൂസുഫ് നബിയെ, ലോക ചരിത്രത്തിൽ കടന്നു വന്ന നബിമാരോടൊക്കെയും അല്ലാഹു പറയുകയാണ്, ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, നിങ്ങൾക്കൊക്കെയും കിതാബും ഹിക്മത്തും നുബുവത്തൊക്കെ നൽകി എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ നിർണയിക്കപ്പെട്ട പ്രദേശത്ത് ചെന്ന് ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്ക്. നടന്നിട്ടുണ്ടോ? ഇതെവിടുന്ന? ആലമുൽ അർവാഹിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കവേ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? മൂസാ നബി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാ. ഈസാ നബി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാ. നൂഹ് നബി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാ. ഓരോ നബിമാരും അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആര് വരുന്നത്? സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങൾ ഈ നടത്തുന്ന ദഅവത്ത് സത്യമാണെന്ന് പറഞ്ഞ് ആ മുഹമ്മദ് നബി നിങ്ങളിലേക്കൊന്ന് വന്നു എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ എന്ത് വേണം? ആ നബിയിലായിട്ട് വിശ്വസിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ വഅഷ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ് അല്ലല്ലല്ലല്ല, അതല്ല പറയേണ്ടത്. പിന്നെ പറയേണ്ടത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, വല തൻസുറന്നഹു, ആ നബിയുടെ എല്ലാ ദഅവത്തിലും നബിയെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾ അംഗീകരിച്ചോ? നബിമാര് പറയുന്നു, അല്ലാഹുവേ നീ ഞങ്ങളോട് വാങ്ങുന്ന കരാറല്ലയോ, നീ പറയുന്നത് എങ്ങനെ ഞങ്ങൾ അംഗീകരിക്കും? ഞങ്ങൾ അംഗീകരിച്ചു. ഉടനെ അള്ളാഹുവിന്റെ മറുപടി പോരാ, അംഗീകരിച്ചു എന്ന് പറഞ്ഞാ പോരാ. അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, ഉറപ്പന്നല്ലേ, ഉടമ്പടി പാലിക്കൂലേ, വാക്ക് ലംഘിക്കൂലല്ലോ. ഖാലു വഖറർന, അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ അംഗീകരിച്ചു, ഒരു മാറ്റം ഉണ്ടാവില്ല. ഉടനെ അല്ലാഹു പറയുന്നത് ഖാല ഫഷ്ഹദൂ വഅന മഅകും മിനശ്ശാഹിദീൻ, എന്നാൽ നിങ്ങൾ പരസ്പരം സാക്ഷി നിൽക്കണം. ഇത് മുഹമ്മദ് നബിയുടെ കാര്യമായത് കൊണ്ട് സാക്ഷി വേണം. നിങ്ങൾ പരസ്പരം സാക്ഷി നിന്നാലും പോരാ. വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും സാക്ഷിയാണ് നിങ്ങൾ അങ്ങനെ ആ കരാർ ഏറ്റെടുത്തു എന്നതിന്. എന്തിനാ സഹോദരാ സഹോദരി ഇത് പറയുന്നതെന്നറിയോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പരിപൂർണമായും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അള്ളാഹുവിന് ഭാഗ്യം തരട്ടെ. മുഹമ്മദ് നബിയെ വേണ്ട പോലെ അംഗീകരിക്കാൻ ഭാഗ്യം കിട്ടാത്തവനാണ് ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ ആള്. അള്ളാഹു കാക്കട്ടെ. അവനാണ് ഏറ്റവും വലിയ പരാജിതൻ. വലിയ വേദന തോന്നും. ഉമ്മത്തിൽപ്പെട്ട ചിലർ തന്നെ മുസ്ലിങ്ങളാണെന്ന് പറയും, മുഹമ്മദ് നബിയുടെ ആളുകളാണെന്ന് പറയും. പക്ഷെ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ മുഅ്മിനീങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വേദന തോന്നാറുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ പടച്ചോനെ, എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ റബ്ബേ. ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബിയെ പോലെ ആരേ ഉള്ളൂ? മുഹമ്മദ് നബിയേ ഉള്ളൂ, വേറെ ആരും ഇല്ല. റസൂലുള്ളാഹിനെ വാഴ്ത്തുന്ന ആ ഒരു ബുർദ അല്പണ്ട് ചൊല്ലിയിട്ട് വേണം നമുക്കിന്ന് ദുആ ചെയ്യാൻ. ബുർദ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്ന, പ്രകീർത്തിക്കുന്ന ആ ബുർദ എന്ന് പറഞ്ഞാൽ അതിൽ ചില വരികൾക്ക് ഹദീസിൻ്റെ മൂല്യം, അതിൽ ചില വരികൾക്ക് ഹദീസിൻ്റെ മൂല്യം, ഹദീസിൻ്റെ പ്രാധാന്യം. ഒരു വരി ഞാൻ പാടാം. ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم للخلق كلهم. ഈ ഒരു വരിയെക്കുറിച്ച് പഠിക്കുക. എന്തതിൻ്റെ അർത്ഥം? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിൻ്റെ മദ്ഹ് രചിക്കാൻ തീരുമാനിച്ചു. തളർവാദം പിടിപെട്ട് ആ മനുഷ്യൻ ഒരുപാട് ചികിത്സകൾ നടത്തി. സ്വന്തം പോകാൻ കഴിയാത്തത് കൊണ്ട് ആ മനുഷ്യനെ പലരുടെ അടുത്തേക്കും ചികിത്സക്ക് വേണ്ടി വിശ്വഘരന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ രോഗം മാറുന്നില്ല. പല മരുന്നും കഴിച്ചു നോക്കി, ശരീരമൊന്നും സ്വീകരിക്കുന്നില്ല. അവസാന ആ മനുഷ്യൻ ഇലാഹായ റബ്ബിനോട് പറയുന്നു, അല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട നബിയുടെ പേരിൽ, ആ നബിയെക്കുറിച്ച് എന്നാൽ കഴിയുന്നത് പോലെ ഞാനൊരു മനോഹരമായ കവിത രചിക്കും. മുഹമ്മദ് നബിയെക്കുറിച്ച് നന്നായൊരു പദ്യം ഞാൻ രചിക്കും. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം ശിഫയാവണം. എനിക്ക് കൈകൊണ്ട് എഴുതാൻ കഴിയണം, എന്നാലല്ലേ കഴിയുള്ളൂ, നല്ല നടക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ രോഗം മാറണം. ഇതാ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്തിന്? മുഹമ്മദ് നബിയുടെ മേൽ മധുര മനോഹരമായ ഒരു പദ്യം രചിക്കാൻ. രോഗമല്ലാഹു ശിഫയാക്കി. അങ്ങനെ ഇമാം ബൂസൂരി തങ്ങൾ മുത്തുനബിയെ കുറിച്ച് എഴുതുകയാണ്. കൂട്ടത്തിൽ ഒരു വരി ഇങ്ങനെ എഴുതി തുടങ്ങി. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. ആ നബിയെ കുറിച്ച് നന്നായി ഞാൻ പഠിച്ച് അവസാനം എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ്. ഒരു മനുഷ്യനെ കുറിച്ച് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അതിനുള്ള എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരേ ഒരു മനുഷ്യന് ഇൻസാനുൽ കാമിൽ, മഹാനായ മുഹമ്മദ് മുസ്തഫ. സമ്പൂർണ്ണ മനുഷ്യൻ, ഒരു കുറവുമില്ലാത്ത, ഒരു ന്യൂനതകളുമില്ലാത്ത, ഒരു പോരായ്മയുമില്ലാത്ത, എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിൻ്റെ അടുത്ത വരി എഴുതണം. ഇപ്പം പകുതിയല്ലായിട്ടുള്ളൂ, ഒരു വരിയുടെ പകുതിയല്ലായിട്ടുള്ളൂ. അടുത്തത് എന്തെഴുതണം? ആലോചിച്ചിരിക്കുകയാണ് ഇമാം ബുസൂരി തങ്ങൾ. പലതും തുടങ്ങി നോക്കി, പക്ഷേ ഇതിനോടങ്ങ് സ്യൂട്ടാവുന്നില്ല, യോജിക്കുന്നില്ല. അങ്ങനെ വിഷണ്ണനായിരിക്കുകയാണ്. അതിലാ മനുഷ്യൻ ഉറക്കം തൂങ്ങുകയാണ്, ഉറക്കിലേക്ക് മുഴുകുകയാണ്. ആ ഉറക്കിൽ കടന്നു വരുന്നുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടതിൻ്റെ ബാക്കി അരവൈത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. വാ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വാ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഇമാം ബൂസൂരി തങ്ങളെ സംശയിക്കണ്ട, അതിൻ്റെ ബാക്കി നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. വാ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ആ മുഹമ്മദ് നബിയാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ
ഏറ്റവും സമ്പൂർണൻ മുഹമ്മദ് നബിയേക്കാൾ സമ്പൂർണനായി ഒരാളുമില്ല. ഇത് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ബുർദയിൽ ചില വരികൾക്ക് ഹദീസിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് ഇൻഷാ അല്ലാഹ് ആ നിലയിൽ ബിസ്മില്ലാ അതിൻ്റെ വചനങ്ങൾ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. നബിയെക്കുറിച്ച് പറയുന്ന മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ.